നടൻ ടിനി ടോമിന്റെ ഭാഗത്തുനിന്നും അൻസിബക്കെതിരെയുണ്ടായ ജിഹാദി വിളി ഒരുപാട് ആളുകളുടെ നെറ്റി ചുളിക്കുന്നതിന് കാരണമായി മാറിയ ഒന്നായിരുന്നു. പലരും ഒരു സാധുവാണെന്ന് വിചാരിച്ചിരുന്ന ടിനി ടോം എന്നാൽ മനസ്സിൽ ഇത്രത്തോളം വലിയ മതസ്പർദ്ധ കൊണ്ടുനടക്കുന്ന വ്യക്തിയാണെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിരുന്നില്ല. ജിഹാദി വിളിക്കിരയായ അൻസിബയ്ക്ക് വേണ്ട പിന്തുണ മലയാള സിനിമയിൽ നിന്നും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ടിനി ടോമിന് ലഭിക്കുന്ന പിന്തുണയുടെ കാര്യത്തിലും കുറവില്ല എന്നതും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ടിനി ടോമിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് പ്രിയങ്കരനായ നടൻ ജഗദീഷ്. 70-ലേറെ വയസ്സുള്ള ജഗദീഷ് മലയാളത്തിലെ ഏറ്റവും സീനിയറായ നടന്മാരിൽ ഒരാളാണ്. അതുകൊണ്ടുതന്നെ ജഗദീഷിന്റെ വാക്കുകൾക്ക് വളരെയേറെ പ്രാധാന്യമാണ് പൊതുസമൂഹം കൊടുക്കാറുള്ളത്. ജഗദീഷ് പറഞ്ഞതിങ്ങനെയാണ്: അൻസിബ എന്ന നടി ഒരു കൊച്ചു പെണ്ണാണ്. അവളെ ഒരിക്കലും ശത്രുവിനെ കാണുന്നത് പോലെ ആരും കാണരുത്. ഒരു കൊച്ചു പെണ്ണിനെ പോലും ജിഹാദി എന്ന പേരിട്ട് വിളിക്കാൻ മാത്രം തരംതാഴ്ന്നതായി മാറിയോ മലയാള സിനിമയുടെ സംസ്കാരം. സിനിമാ മേഖല സമൂഹത്തിലെ പെൻഡുലം പോലെയാണ്. എല്ലാവരാലും ഉറ്റുനോക്കപ്പെടുന്ന അതിൽ ഇതുപോലെ തമ്മിലടിയും മതവിഭാഗീയതയും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ ചിന്തിക്കും. അൻസിബ പറഞ്ഞതുപോലെ ടിനി ടോം യഥാർത്ഥത്തിൽ അൻസിബയെ ജിഹാദി എന്നോ മേത്തച്ചി എന്നോ ഒക്കെ വിളിച്ചോ എന്നെനിക്കറിയില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം അൻസിബയ്ക്ക് ഒരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ടിനി ടോം താങ്കൾ ഇതിന് സമാധാനം പറയേണ്ടിവരും. കാരണം ഇത് കേരളമാണ്. വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന നടന്മാർക്കെതിരെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് അവർ അവരുടെ ഐഡന്റിറ്റി മറച്ചുവെച്ച് ന്യൂനപക്ഷ പേരുകൾ മാറ്റി ഭൂരിപക്ഷ പേരുകൾ എടുത്തണിയുന്നത്. ബോളിവുഡിലെ പ്രശസ്ത നടനായ ദിലീപ് കുമാറിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് യൂസഫ് ഖാൻ എന്നതായിരുന്നു. മധുബാല എന്ന പേരിൽ അറിയപ്പെട്ട നടിയുടെ യഥാർത്ഥ പേര് മുംതാസ് ബീഗം എന്നതും. ഇതുപോലെ ഒട്ടനേകം ആളുകൾ അവരുടെ മതത്തിന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ അത്തരത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. മലയാള സിനിമയുടെ അമരത്തിരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഒരു മുസ്ലിമാണ്, നമ്മുടെ സ്വന്തം മമ്മൂട്ടി. മമ്മൂട്ടി ഭരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിവേചനം ഉണ്ടാവുക എന്നത് സ്വപ്നത്തിൽ മാത്രം ചിന്തിക്കാവുന്ന കാര്യമാണ്. കേരളത്തിലെ മുസ്ലിം നടീനടന്മാർ തങ്ങൾ സുരക്ഷിതരാണെന്നാണ് ഇതുവരെ വിചാരിച്ചിരുന്നത്. എന്നാൽ 2014-ൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം വളരെ ശക്തമായ വലതുപക്ഷവൽക്കരണം സിനിമാ മേഖലയിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. രാഷ്ട്രീയം ഇന്ന് വരും നാളെ പോകും. ഇന്ന് കാണുന്ന രാഷ്ട്രീയമായിരിക്കില്ല നാളെ ഉള്ളത്. എന്നാൽ സൗഹൃദം അങ്ങനെയല്ല. മതത്തിന്റെ പേരിൽ ആളുകൾ കലഹിച്ചാൽ പിന്നെ എന്ത് സന്ദേശമാണ് ഈ നാട്ടിലെ സിനിമാ പ്രവർത്തകർ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? നിങ്ങളെ കണ്ടിട്ടാണ് അവർ അനുകരിക്കുന്നത്. സത്യത്തിൽ എന്നെ വിഷമിപ്പിച്ചത് ലക്ഷ്മിപ്രിയയാണ്. അവരുടെ നിഷ്കളങ്കമായ ചിരിയും സംസാരവും ഒക്കെ വളരെയധികം ആസ്വദിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അവർ ഒരു പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അവർ യൂട്യൂബിൽ വന്നപ്പോൾ മതപരമായ കാര്യങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ അവരുടെ BJP പക്ഷവും ഒക്കെ കാണുമ്പോൾ പേടിയാകുന്നു. ചിലരൊക്കെ പരസ്യമായി തങ്ങളുടെ മതരാഷ്ട്രീയം പറയുമ്പോൾ ചിലർ അതൊക്കെ രഹസ്യമായി ഒതുക്കിവെക്കും. പരസ്യമായി പറയുന്നവർ ഇത്രയധികം ഉണ്ടെങ്കിൽ രഹസ്യമായി മനസ്സിൽ അത് സൂക്ഷിക്കുന്നവർ എത്രത്തോളം കാണും? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെ വിശ്വസിക്കും, വിശ്വസിക്കാതിരിക്കും, ആരെ സ്നേഹിക്കണം, ആരെ സുഹൃത്താക്കണം എന്നതിലൊക്കെ നടന്മാർക്ക് ആശയക്കുഴപ്പമുണ്ടാകും എന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളത് മലയാള സിനിമയുടെ കാരണവരായ മമ്മൂട്ടിക്ക് മാത്രമാണ്. അമ്മ എന്ന സംഘടന വെറുതെ പേരിനു വേണ്ടി മാത്രമുള്ളതാണ്. അമ്മ സംഘടന വലതുപക്ഷത്തും ഫെഫ്ക സംഘടന ഇടതുപക്ഷത്തുമുണ്ടെങ്കിലും മലയാള സിനിമയുടെ കടിഞ്ഞാണിപ്പോഴും രണ്ടുപേരുടെ കൈകളിൽ തന്നെയാണ്, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും. അതുകൊണ്ടുതന്നെ നിങ്ങൾ രണ്ടും ചേർന്നാലോചിച്ചാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. വിഭാഗീയത പരത്തുന്നവരെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചേർക്കേണ്ടതുണ്ടോ അതോ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ വേണ്ടത്? സിനിമ എന്ന് പറയുന്നത് എല്ലാ കാലവും നിൽക്കുന്ന കലാസൃഷ്ടിയാണ്. അതിൽ രാഷ്ട്രീയം തിരികെ കയറ്റിയാൽ ഭാവിയിൽ സിനിമ കാണുന്ന കുട്ടികൾ ഒരുപക്ഷെ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കിരീടം എന്ന സിനിമ 1989-ലാണ് ഇറങ്ങിയത്. ആ സിനിമ ഇന്നും കാണുന്നവരുണ്ട്. ആ സിനിമയിൽ മതപരമായിട്ടുള്ള വിഭാഗീയത ഉണ്ടായിരുന്നെങ്കിൽ അത് കാണുന്ന കുട്ടികളുടെ മനസ്സിലും അത് സ്വാധീനിച്ചേനെ. അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള അങ്ങേയറ്റം സ്വാധീനശേഷിയുള്ള എല്ലാ കാലത്തേക്കും നിൽക്കുന്ന സിനിമകൾ ഒരുതരത്തിലും മതപരമായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഇനിയും ഇത് തുടർന്നാൽ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും പോലുള്ള സിനിമകൾ മലയാളത്തിലും ഉണ്ടാകും. അത് കരുതിയിരിക്കുക. ജഗദീഷ് കൂട്ടിച്ചേർത്തു.